നമസ്കാരം. ഹിമാലയ രാജാവിൻ്റെയും മേനകാദേവിയുടെയും പുത്രിയായി പാർവതീദേവി ജനിച്ചത് മുൻജന്മത്തിലെ ദക്ഷയാഗത്തിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി തന്നെയാണ്. സതീദേവിയുടെ വിയോഗത്തിൽ അതീവ ദുഃഖിതനായി കൈലാസത്തിൽ ധ്യാന നിരതനായിരുന്ന പരമശിവന്റെ മനസ്സ് മാറ്റാനും തന്നെ വീണ്ടും ഭാര്യയായി സ്വീകരിക്കാനും പാർവതീദേവി കഠിനമായ തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാട്ടിലെത്തിയ പാർവതീദേവി കഠിനമായ വെയിലിലും മഴയിലും വകവയ്ക്കാതെ ഒരു കാൽപാദത്തിൽ നിന്നുപോലും തപസ് ചെയ്തു. ദേവിയുടെ ഈ കഠിനമായ ഭക്തിയും പ്രണയവും ലോകാർത്ഥം ശിവഭഗവാനിൽ എത്തിച്ചേർന്നു. എങ്കിലും പാർവതിയുടെ ഉറച്ച മനസ്സ് പരീക്ഷിക്കാനായി ശിവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ദേവിയുടെ മുന്നിലെത്തി. ബ്രാഹ്മണ വേഷം പൂണ്ട ശിവൻ പാർവതിയോട് ചോദിച്ചു, എന്തിനാണ് ഈ സുന്ദരമായ യവനം കാട്ടിൽ വെച്ച് ഇത്രയും കഠിനമായ തപസ് ചെയ്ത് നശിപ്പിക്കുന്നത്? ആ രൂപമില്ലാത്തവനും ശ്മശാനത്തിൽ വസിക്കുന്നവനും സർപ്പങ്ങളെ ആഭരണമാക്കിയവനുമായ ആ ശിവനെ എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വേറെ നല്ലൊരു വരനെ അന്വേഷിച്ചുകൂടി. തന്റെ പ്രാണനാഥനെക്കുറിച്ച് അപവാദം പറഞ്ഞ ആ ബ്രാഹ്മണനോട് പാർവതീദേവി കോപത്തോടെ പറഞ്ഞു, അങ്ങേക്ക് ശിവനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. ബാഹ്യമായ രൂപമല്ല, അദ്ദേഹത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയുമാണ് എൻ്റെ ലോകം. ശിവനെ അല്ലാതെ മറ്റാരെയും എൻ്റെ മനസ്സിൽ പോലും വരിക്കില്ല. ഭക്തിയുടെയും പ്രണയത്തിന്റെയും അടിയുറച്ച ആത്മസമർപ്പണം കണ്ട ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ച പാർവതീദേവിയെ ശിവൻ തന്റെ അർദ്ധാംഗിനിയാക്കി. നന്ദി.